Hello, dear students. Welcome to the new session of Human Resource Management. This is Rahul R, Assistant Professor, Department of Commerce. The final chapter in HRM is Measures of Controlling Human Resources. The first topic in this chapter is HR Controlling. HR controlling is the activity of monitoring and controlling the activities and performances of employees in an organization. It measures effectiveness of people and their contribution to the organization. It controls cost involved in various HR activities. ഒരു ഓർഗനൈസേഷനിലെ എച്ച് ആറുമായിട്ട് അതായത് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടി ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എച്ച് ആർ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ എച്ച് ആർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് അത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എച്ച് ആർ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. എച്ച് ആറുമായിട്ട് അസോസിയേറ്റ് ചെയ്തു വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, എച്ച് ആർ കൺട്രോളിങ്ങിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് എച്ച് ആർ കൺട്രോളിംഗ്. The first point is it improves goodwill of the firm. ഓർഗനൈസേഷൻ്റെ ഗുഡ് ഇൻക്രീസ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യുവാനും എച്ച് ആർ കൺട്രോളിംഗ് സഹായിക്കുന്നു. സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസസ് വേസ്റ്റേജ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാൻ, ഒരു പരിധി വരെ വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാനും ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു മിനിമം വേസ്റ്റേജ് മെയിൻറ്റെയിൻ ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്? എച്ച് ആർ കൺട്രോളിംഗ് ഓർഗനൈസേഷനെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻറ്റ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് അതായത് എംപ്ലോയീസിനെയും അതുപോലെ തന്നെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മറ്റ് റിസോഴ്സുകളെയും, അത് ചിലപ്പോൾ റാ മെറ്റീരിയൽസ് ആവാം, ആ ഓർഗനൈസേഷനിലെ എക്യുപ്മെൻറ്റ്സ് ആകാം. ആ തരത്തിൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഹ്യൂമൻ റിസോഴ്സസിനെയും മറ്റ് റിസോഴ്സുകളെയും ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ എച്ച് ആർ കൺട്രോളിംഗ് ഓർഗനൈസേഷനെ സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ നല്ല രീതിയിൽ അവരുടെ ജോലികൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? എച്ച് ആർ കൺട്രോളിംഗ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ദ ഫേം ആസ് വെൽ ആസ് ദി എംപ്ലോയീസ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസിയും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? എച്ച് ആർ കൺട്രോളിംഗ് ഓർഗനൈസേഷനെ സഹായിക്കുന്നു. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് എച്ച് ആർ കൺട്രോളിംഗ്. നെക്സ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് മെഷേഴ്സ് ഓഫ് കൺട്രോളിംഗ് എച്ച് ആർ ഓർ മെഷേഴ്സ് ഓഫ് കൺട്രോളിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. ഫസ്റ്റ് നമ്മൾ എച്ച് ആർ കൺട്രോളിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ എച്ച് ആർ കൺട്രോളിംഗ് പ്രോപ്പറായിട്ട് നടത്താൻ അല്ലെങ്കിൽ ആ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടത്താൻ ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എച്ച് ആർ കൺട്രോളിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ നടത്തുന്ന മറ്റ് ചില ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മെഷേഴ്സ് ഓഫ് കൺട്രോളിംഗ് എച്ച് ആർ അല്ലെങ്കിൽ എച്ച് ആർ കൺട്രോളിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ അതിന് ബന്ധപ്പെട്ട് കണ്ടക്ട് ചെയ്യുന്ന മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എച്ച് ആർ ഓഡിറ്റ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. ഈ 3 ആക്ടിവിറ്റീസാണ് എച്ച് ആർ കൺട്രോളിങ്ങിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന മറ്റ് പ്രോസസ്സുകൾ. ഓർ ദീസ് ആർ ദി മെഷേഴ്സ് ഓഫ് കൺട്രോളിംഗ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ: ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. അതിൽ ഫസ്റ്റ് പോയിൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്. Human resource audit is the logical review of HR activities in an organization. It evaluates the effectiveness and efficiency of the HR activities in an organization. It examines all the functions of HR such as human resource planning, recruitment, selection, training, etc. ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് HR ഓഡിറ്റ് എന്ന് പറയുന്നത്.
ഈ HR ഓഡിറ്റിൽ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തു വരുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ആ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ്, അതായത് ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ തരം ഫങ്ഷൻസും എവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്? ഈ HR ഓഡിറ്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് തുടങ്ങി ഓർഗനൈസേഷനിൽ HR-മായി അസോസിയേറ്റ് ചെയ്തു വരുന്ന എല്ലാ ഫങ്ഷൻസും അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസിൻ്റെയും ഇവാലുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമിനേഷൻ എവിടെ നടക്കുന്നുണ്ട്? HR ഓഡിറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് HR ഓഡിറ്റ് എന്ന് പറയുന്നത്. Our next point is human resource accounting. Human resource accounting is basically an information system that tells management what changes are occurring over time to the human resources of the business. Human resource accounting also involves accounting for investment in people and their replacement cost and also the economic value of people in an organization. HR accounting ഓർഗനൈസേഷനിലെ ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റിന് HR റിലേറ്റഡ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തെയാണ് HR അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്, ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് HR അക്കൗണ്ടിങ് കൃത്യമായിട്ട് മാനേജ്മെൻറ്റിനെ അറിയിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ ആ സ്ഥാപനത്തിലെ ഹ്യൂമൻ റിസോഴ്സിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നും എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിന് എത്രത്തോളം കോസ്റ്റ് ഓർഗനൈസേഷന് ചിലവാകുമെന്നും പിന്നെ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ എക്കണോമിക് വാല്യൂ എത്രത്തോളമാണ് തുടങ്ങിയ ഇൻഫർമേഷൻസൊക്കെ എവിടെ കണ്ടെത്തുന്നുണ്ട്? HR അക്കൗണ്ടിങ്ങിൽ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസേഷനിൽ HR റിലേറ്റഡ് ഇൻഫർമേഷൻസ് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തെയാണ് HR അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ കണ്ടുപിടിക്കുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷനിലെ ഓരോ ഹ്യൂമൻ റിസോഴ്സസിലും, അതായത് ഓരോ എംപ്ലോയീസിലും എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നും എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിന് എത്രത്തോളം കോസ്റ്റ് ഓർഗനൈസേഷൻ ചിലവാക്കേണ്ടി വരുമെന്നും തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അവർ ഫൈനൽ പോയിന്റ് ഇൻ മെഷേഴ്സ് ഓഫ് കൺട്രോളിംഗ് HR ഈസ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പീരിയോഡിക്കൽ formal evaluation of employee performance in an organization. In performance appraisal, superiors conduct periodic interviews with the subordinate for examining their job performance. It also identifies the abilities and inabilities of the employees. ഒരു ഓർഗനൈസേഷനിൽ റെഗുലർ ഇൻ്റർവെൽസിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? പെർഫോമൻസ് അപ്രൈസൽ. ഈ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓർഗനൈസേഷനിൽ റെഗുലർ ഇൻ്റർവെൽസിൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് അപ്രൈസലിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു മെയിൻ ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, സുപ്പീരിയേഴ്സ് റെഗുലർ ഇൻ്റർവെൽസിൽ സബോർഡിനേറ്റ്സുമായിട്ട് എന്ത് കണ്ടക്ട് ചെയ്യും? ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തതിന് ശേഷം അവരുടെ സബോർഡിനേറ്റ്സിൻ്റെ, അതായത് എംപ്ലോയീസ് എത്രത്തോളം നല്ല രീതിയിൽ അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട് എന്ന് ആര് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്? സുപ്പീരിയേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് പെർഫോമൻസ് അപ്രൈസൽ ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ആൾസോ ഐഡൻറ്റിഫൈസ് ദ എബിലിറ്റീസ് ആൻഡ് ഇനബിലിറ്റീസ് ഓഫ് ദി എംപ്ലോയീസ്. ആ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിന് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്, ആ ഓരോ എംപ്ലോയീസിനും എന്തൊക്കെ
എബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ഇൻഎബിലിറ്റീസ് ഉണ്ട്, അവരെത്രത്തോളം നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നന്നായി അവർ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നു? പെർഫോമൻസ് അപ്രൈസലിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസേഷനിലെ എംപ്ലോയി പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ റെഗുലർ ഇൻ്റർവെൽസിൽ ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫീച്ചേഴ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ടു റിവ്യൂ പെർഫോമൻസ് ഓഫ് ദി വർക്ക് ഫോഴ്സ്. ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് എന്തെന്ന്? പെർഫോമൻസ് അപ്രൈസൽ എന്ന്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഇവാലുവേറ്റ് വർക്ക് എഫക്റ്റീവ്നെസ് ഓഫ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എത്രത്തോളം എഫക്റ്റീവായിട്ട് അവരുടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്? പെർഫോമൻസ് അപ്രൈസൽ സഹായിക്കുന്നുണ്ട്. തേർഡ് പോയിന്റ്, പീരിയോഡിക് റിവ്യൂ ഓഫ് പെർഫോമൻസ് ഓഫ് സബോർഡിനേറ്റ്സ് കണ്ടക്റ്റഡ് ബൈ ദി സൂപ്പർവൈസേഴ്സ് ഓർ സുപ്പീരിയേഴ്സ്. ഓർഗനൈസേഷനിലെ സുപ്പീരിയേഴ്സ് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പെർഫോമൻസ് അപ്രൈസലിൽ നടക്കുന്നത് എന്ന്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഐഡൻറ്റിഫൈ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഇൻ ദി പെർഫോമൻസ് ഓഫ് ദി വർക്ക് ഫോഴ്സ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് എന്തൊക്കെ സ്ട്രെങ്ത് ആണ് ഉള്ളത്, അവർക്ക് എന്തൊക്കെ വീക്ക്നെസ്സുകളാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്? പെർഫോമൻസ് അപ്രൈസൽ സഹായിക്കുന്നുണ്ട്. ഫൈനൽ പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഐഡൻറ്റിഫൈയിങ് ദ ട്രെയിനിങ് നീഡ്സ്, ഫിക്സിംഗ് റിവാർഡ്സ്, പ്രൊമോഷൻ എക്സെട്ര. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ഏതൊക്കെ തരത്തിലുള്ള ട്രെയിനിങ് ആയിരിക്കണം ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അവർക്ക് എത്രത്തോളം കോമ്പൻസേഷൻസ് ആണ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ എംപ്ലോയീസിന് പ്രൊമോഷൻ കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? പെർഫോമൻസ് അപ്രൈസൽ ഓർഗനൈസേഷനെ സഹായിക്കുന്നുണ്ട്. So that is the end of our session. Thank you all.